everyone, I am your MSU English faculty Jebin. So welcome to our class. Today we are discussing about the poem Out of the Cradle Endlessly Rocking by Walt Whitman. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഔട്ട് ഓഫ് ദ ക്രാഡിൽ എൻഡ്ലെസ്ലി റോക്കിംഗ്. സോ നമുക്ക് എന്താണ് ഈ കവിതയിലോട്ട് പോകുന്നതിന് മുമ്പേ ഇതിന്റെ ഓതറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിന്റെ ഓതർ ആണ് വാൾട്ട് വൈറ്റ്മാൻ ആണ് ഇതിന്റെ ഓതർ ആയിട്ട് വരുന്നത്, ഈ കവിതയുടെ ഓതർ ആയിട്ട് വരുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയിറ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്, ജേർണലിസ്റ്റ് ആണ്. അതുമാത്രമല്ല വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ഇൻ അമേരിക്കൻ ലിറ്ററേച്ചർ. അമേരിക്കൻ ലിറ്ററേച്ചറിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ കൂടിയാണ് അദ്ദേഹം, അല്ലെങ്കിൽ അങ്ങനെ ഫിഗേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ്, അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള തീംസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസി, നാച്ചുറൽ, ലവ്, ഹ്യൂമൻ സ്പിരിറ്റ്, ഇങ്ങനെയുള്ള തീംസ് വെച്ചിട്ടുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് കൂടുതലായിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലീവ്സ് ഓഫ് ഗ്രാസ്. ലീവ്സ് ഓഫ് ഗ്രാസ് എന്നത് ഒരു പോയട്രി കളക്ഷൻ ആണ്. ആ പോയട്രി കളക്ഷനിലുള്ള ഒരു പോമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വർക്ക് ഡെമോക്രാറ്റിക് വിസ്റ്റാസ്, സ്പെസിമെൻ ഡേയ്സ് ആൻഡ് ഡ്രം ടേസ്റ്റ്സ്. ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണ്. ഇനി നമുക്ക് എന്താണ് പോയത്തിന്റെ സമ്മറിയിലോട്ട് പോകാം. അപ്പം ഇതിനെന്താണ്, ഈ ഒരു കവിതയ്ക്ക് ഒരു ലിസണർ ഇല്ല, അല്ലെങ്കിൽ ലിസണർ ആരാണ് എന്ന് നമുക്കറിയില്ല. പോയിറ്റ് ലിസണർ ആരാണെന്നുള്ള കാര്യം അഡ്രസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ എന്തായിരിക്കും, പോയിറ്റ് തന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇതിലൊരു അൺനോൺ ലിസണർ ആണ് വരുന്നത്. ഇനി ഇതിൽ ഓട്ടോബയോഗ്രഫിക് ഇലമെന്റും കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. കാരണം അദ്ദേഹം, അതായത് പോയിറ്റ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എന്നും കടൽക്കരയിലേക്ക് പോകുമായിരുന്നു. ആ കടൽക്കരയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം 2 പക്ഷികളെ കാണുമായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്നത്തെ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, അതും കൂടെ ഈ ഒരു കവിതയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലെന്താണ്, ഓട്ടോബയോഗ്രഫിക്കൽ ഇലമെന്റ്സ് കൂടെ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിനി കവിതയിലോട്ട് പോകാം. അപ്പൊ കവിതയിൽ പറയുന്നത്, ആദ്യം തന്നെ പറയുന്നത്, ചൈൽഡ് എന്ത് ചെയ്യുകയാണ്, ബെഡിൽ നിന്നും എഴുന്നേറ്റ് നടക്കുകയാണ്. എവിടേക്കാണ് നടക്കുന്നത്? കടൽക്കരയിലേക്കാണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? സത്യത്തെ അന്വേഷിച്ചാണ് നടക്കുന്നത്. അപ്പൊ എന്ത് സത്യം എന്ന് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു കവിത വായിക്കുമ്പോൾ നമുക്ക് തോന്നും, എന്ത് സത്യം അന്വേഷിച്ചായിരിക്കും ആ ഒരു കുട്ടി കടൽക്കരയിലേക്ക് നടക്കുന്നത് എന്ന്. ഇനി ബാക്കിയുള്ള ലൈൻസിൽ ഇത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കുട്ടി ബെഡിൽ നിന്നും എഴുന്നേറ്റിട്ട് കടൽക്കരയിലേക്ക് നടക്കുകയാണ്. എന്താണ്, ഒരു സത്യത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ എന്നും ഈ കുട്ടി കടൽക്കരയിലേക്ക് പോകും. എന്നിട്ട് അവിടെ എന്താണ്, അവിടെ 2 ബേർഡ്സ് ഉണ്ട്. അതിലൊരു മെയിൽ ബേർഡും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഫീമെയിൽ ബേർഡും ഉണ്ട്. മെയിൽ ബേർഡിനെ ഹീ ബേർഡ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഫീമെയിൽ ബേർഡിന് എന്താണ്, ഷീ ബേർഡ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ മെയിൽ ബേർഡും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഫീമെയിൽ ബേർഡും ഉണ്ട്. അപ്പൊ ഇവരുടെ ജീവിതം, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ്, ഇവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഈ കുട്ടി എന്നും കടൽക്കരയിൽ പോയി ഇങ്ങനെ നോക്കും. അപ്പൊ ഈ സമയത്ത് എന്താണ്, ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല, ഈ ഒരു ബേർഡ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. മറിച്ച് എന്താണ്, മാറി നിന്ന് ഇവരുടെ ജീവിതം എങ്ങനെയാണ്, പക്ഷികളുടെ ജീവിതം എങ്ങനെയാണ് നോക്കിക്കാണണം. ഇവരാണെങ്കിൽ എന്താണ്, ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ എന്താണ്, ലവേഴ്സിനെ പോലെയാണ് അവിടെ താമസിക്കുന്നത്, ആ ഒരു കൂട്ടിൽ താമസിക്കുന്നത്. അത് മാത്രമല്ല അവരെന്താണ്, ആ ഒരു മുട്ടയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കാണുകയാണ്, നമ്മുടെ ഈ ഒരു കുട്ടി നോക്കിക്കാണുകയാണ്. അപ്പോൾ പോയിറ്റിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അതിനെ ബേസ് ചെയ്ത് എഴുതിയൊരു കവിതയാണിത്. അപ്പോൾ ഈ ഒരു കുട്ടി എന്താണ്, അതിങ്ങനെ എന്നും നോക്കിക്കാണുകയാണ്. എങ്ങനെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരെന്താണ് ആ ഒരു ലവ് ഷെയർ ചെയ്യുന്നത്, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നൊക്കെ ആ കുട്ടി ദിവസം പോയി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം എന്താണ്, ഈ ഒരു ഷീ ബേർഡിനെ കാണാനില്ലാതാകുന്നു. ഷീ ബേർഡ് ഡിസപ്പിയർ ആകുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഹീ ബേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കുന്നുണ്ട്, പ്രകൃതിയോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരോട് ചോദിക്കാൻ അവർക്ക് കഴിയോ? ഇല്ലല്ലോ. നമുക്ക് അവരുടെ ലാംഗ്വേജ് എന്താണ് അറിയില്ല, നമ്മുടെ ലാംഗ്വേജ് എന്താണ് അവർക്കും അറിയില്ല. സോ ഹീ ബേർഡ് ഇങ്ങനെ പ്രകൃതിയോട് ചോദിച്ച് ആ ഒരു പ്രകൃതിയിൽ അന്വേഷിച്ച് നടക്കുന്നുണ്ട് തൻ്റെ ഇണയെ. പക്ഷെ എന്താണ്, ഈ കുട്ടി എന്ന് പോയി നോക്കുമ്പോഴും എന്താണ്, ഷീ ബേർഡിനെ കാണാൻ കഴിയുന്നില്ല. ഹീ ബേർഡ് ആണെങ്കിൽ എന്താണ്, വളരെ സങ്കടത്തോട് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഹീ ബേർഡ് മൂണിനോട് ചോദിക്കുന്നുണ്ട്,
അതായത് ഈ ഒരു ഹീ ബേർഡിന് പ്രകൃതിയിലേക്ക് എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും എന്താണ് ഷീ ബേർഡിനെ പോലെയാണ് തോന്നുന്നത്. നമുക്ക് അങ്ങനെ ഉണ്ടാവൂലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുകൾ പെട്ടെന്ന് ഇല്ലാതെയാകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അവരെ കാണാതെയാകുമ്പോൾ നമ്മുടെ മനസ്സിൽ മൊത്തം എന്തായിരിക്കും, അവരുടെ ഓർമ്മകളായിരിക്കും. അപ്പൊ ഏത് സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും എന്താണ് നമുക്ക് അവര് വരുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ എന്താണ് അവരുടെ നിഴലുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ഈ ഒരു ഹീ ബേർഡിന് ഇങ്ങനെ തോന്നുകയാണ്, എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും ഹീ ബേർഡിന് തോന്നുകയാണ് എന്താണ് ഷീ ബേർഡ് വരുന്നുണ്ട്, ഷീ ബേർഡിന്റെ ആ ഒരു നിഴലാണ് അതെന്ന് തോന്നുകയാണ്. അങ്ങനെ ഷീ ബേർഡ് മൂണിനോട് പറയുകയാണ്, ഈ ഒരു ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു പ്യൂർ വൈറ്റ് അല്ല, അതിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും, ഡസ്റ്റി പ്ലേസ് ഉണ്ടായിരിക്കും. അതായത് ഡസ്റ്റി പ്ലേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേ കളറിലുള്ള ഒരു കളർ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും നമ്മളിങ്ങനെ ചന്ദ്രനിലോട്ട് നോക്കുമ്പോൾ. അപ്പൊ ഈ ഒരു സമയത്ത് ഹീ ബേർഡ് പറയാണ്, ആ ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡസ്റ്റി പ്ലേസിൽ എൻ്റെ ഷീ ബേർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ ഇണ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവളെ എനിക്ക് തിരിച്ചു നൽകണം, അവളെ എനിക്ക് തിരികെ നൽകണം, അവളില്ലാതെ എനിക്ക് ഒരിക്കലും കഴിയുന്നില്ല എന്നാണ് ഹീ ബേർഡ് പറയുന്നത്. പിന്നീട് റൈസിങ് സ്റ്റാർസിനോടും പറയുന്നുണ്ട്, സ്റ്റാർസിന്റെ ഇടയിൽ എന്തുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഷീ ബേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഇണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവളെ എനിക്ക് തിരിച്ചു നൽകണം എന്ന് റൈസിങ് സ്റ്റാർസിനോടും ഹീ ബേർഡ് ചോദിക്കുകയാണ്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന ഹീ ബേർഡിനോട് കവി പറയുകയാണ് എന്ത്, ബ്രദർ എന്നാണ് ഹീ ബേർഡിനെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് മെൻഷൻ ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ബ്രദർ, നിന്റെ ഉള്ളിലുള്ള വിഷമം എനിക്ക് മനസ്സിലാകും, വേറെ ആർക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിലുള്ള വിഷമം ആർക്ക് മനസ്സിലാകും, എനിക്ക് മനസ്സിലാകും. ഞാൻ നിനക്ക് വേണ്ടി എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഞാൻ നിനക്ക് വേണ്ടി നിന്റെ സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, നിന്റെ ആ ഒരു ഭാഷ മറ്റുള്ളവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നാണ് കവി പറയുന്നത്. അപ്പൊ ഇതെന്താണ്, ആ ഒരു ഹീ ബേർഡിന് അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നാണ് ഈ കവിതയിൽ ഉടനീളം പറയുന്നത്. തൻ്റെ ഇണയെ നഷ്ടപ്പെട്ട ഹീ ബേർഡ് എന്താണ് പ്രകൃതിയിൽ ഉടനീളം അന്വേഷിച്ച് നടക്കുകയാണ്, എല്ലാവരോടും അന്വേഷിക്കുകയാണ്. എന്താണ് മൂണിനോട് അന്വേഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് കടലിനോട് അന്വേഷിക്കുന്നുണ്ട്, പിന്നെ റൈസിങ് സ്റ്റാർസിനോട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബേർഡിന് എന്താണ് അങ്ങനെയുള്ള ഒരു മറുപടി കിട്ടുന്നില്ല, ഒരു റെസ്പോൺസും കിട്ടുന്നില്ല ആരുടെ കയ്യിൽ നിന്നും. പിന്നീട് കടലിനോട് ഈ ഒരു ബേർഡ് പറയുന്നുണ്ട്, നീ ഒന്ന് സൗണ്ട് ഉണ്ടാക്കാതിരിക്കോ, നീ ഒന്ന് സൗണ്ട് ഉണ്ടാക്കാതിരിക്കൂ എന്ന് പറയുന്നുണ്ട്. കടലിനൊരു ഇരമ്പൽ ശബ്ദം ഉണ്ടാകൂലേ, ആ ഒരു ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്, ഇനി ഞാനിങ്ങനെ വിളിച്ച് നടക്കുകയാണ്, അവളിങ്ങനെ വിളിച്ച് നടക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ടിട്ട് അവൾക്ക് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഈ ഒരു ശബ്ദം കൊണ്ട് ഞാനിത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് കേൾക്കൂല, അതുകൊണ്ട് എന്ത് ചെയ്യുക, നീ നിന്റെ ശബ്ദം ഒന്ന് കുറക്ക് എന്ന് കടലിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കടൽ പോലും എന്താണ്, കടലിൽ പോലും ഓരോ തിര വരുമ്പോഴും അതിന്റെ പുറകെ മറ്റൊരു തിര വരുന്നുണ്ട്, ഒരു തിര മറ്റൊരു തിരയെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ കടലിന് പോലും എന്താണ്, അല്ലെങ്കിൽ തിരക്ക് പോലും പരസ്പരം ഹഗ് ചെയ്യാൻ കഴിയുന്നുണ്ട്, തൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളെ ഹഗ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് തൻ്റെ ഇണയെ ഹഗ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ എനിക്ക് മാത്രം എൻ്റെ ഇണയെ കാണാൻ കഴിയുന്നില്ല, ഹഗ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഹീ ബേർഡ് പറയുന്നത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഹീ ബേർഡ് തൻ്റെ ഷീ ബേർഡിനെ, അതായത് തൻ്റെ ഇണയെ അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നീട് ഹീ ബേർഡിന് മനസ്സിലാവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം. കാരണം എന്താണ്, എന്തെങ്കിലും ഒരു വിവരം ആരുടെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആരുടെ കയ്യിൽ നിന്നും ഹീ ബേർഡിന് ലഭിക്കുന്നില്ല. സോ ഹീ ബേർഡ് എന്താണ് ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി കടലിനോട് ചോദിക്കുകയാണ്, ഷീ ബേർഡ് എവിടെയാണ്, വേർ ഈസ് ഷീ, അവൾ എവിടെയാണ് എന്ന് കടലിനോട് ചോദിക്കുകയാണ്. അപ്പൊ കടൽ അതിനുള്ള നൽകുന്ന മറുപടി എന്ത് മാത്രമാണ്, ഡെത്ത്, അല്ലെങ്കിൽ എന്താണ് മരണം എന്നുള്ളത് മാത്രമാണ് കടൽ അതിന് നൽകുന്ന മറുപടി. അതായത് ഷീ ബേർഡ് മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. അപ്പം ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ ഒരു ലവർ നഷ്ടപ്പെട്ട ഒരാളുടെ സങ്കടമാണ് ഈ ഒരു കവിതയിൽ ഉടനീളം പറയുന്നത്. അപ്പൊ ഈ ഒരു കവിത എന്താണ്, ഒരു എലിജിയാണ്. ഒരു കവിത എലിജി ആകണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ എന്തായിരിക്കും, ഡെത്തിന് സുപ്പീരിയോറിറ്റി നൽകണം. ഡെത്ത് എന്ന് പറയുന്ന തീമായിരിക്കും അവിടെ സുപ്പീരിയർ ആയിട്ട് നിൽക്കേണ്ടത്. പിന്നെന്താണ്, ഒരാളുടെ മരിച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടാവുമല്ലോ, അത് പറയുന്ന തരത്തിലുള്ള ഒരു കവിതയായിരിക്കണം. ഇതിലെന്താണ്, ഷീ ബേർഡ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഷീ ബേർഡിന്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന ഹീ ബേർഡിനെയാണ് കാണിക്കുന്നത്. അപ്പൊ എന്താണ്, ഒരാൾ മരിച്ചൊരു ദുഃഖം തന്നെയല്ലേ ഇവിടെ കാണിക്കുന്നത്. റീകോൾസ് മെമ്മറി, അതായത് ഈ ഒരു ഹീ ബേർഡ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ കവിതയിൽ അതും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഹീ ബേർഡ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, താനും തൻ്റെ ഇണയും
തമ്മിലുള്ള ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു, അവരുടെ ആ ഒരു നല്ല മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഹീബർട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ മെമ്മറി വന്നില്ലേ, അപ്പൊ ഈ ഒരു 3-4 ഫീച്ചേഴ്സിൽ വന്നിട്ടുണ്ട്, എലിജിയുടെ 3-4 ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. സോ ഇതെന്താണ്, ഒരു എലിജിയാണ്. ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ദ അവേക്കനിങ് ഓഫ് ദ പോയറ്റ്. നെക്സ്റ്റ് വൺ ദ ഇന്റർകണക്ട്നെസ് ഓഫ് ലൈഫ്, ലവ് ആൻഡ് ഡെത്ത്. നെക്സ്റ്റ് തീം ദ പവർ ഓഫ് നേച്ചർ ആൻഡ് മ്യൂസിക്, മെമ്മറി ആൻഡ് പാസേജ് ഓഫ് ടൈം. ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇത്രയൊക്കെയാണ് എന്തിന്റെ തീംസ്, ഈ ഒരു കവിതയുടെ തീംസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കവിതയിൽ പറയാനുള്ളത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. താങ്ക്